Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. മാം ഇന്ന് സെമിനാറിന്റെ പ്രസന്റേഷൻ ഞാൻ ചെയ്തോട്ടെ? എന്തോ സെമിനാർ ജോയിൻ ആവട്ടെ. സ്മിതയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തോ, ആർക്കൊക്കെയോ ഫീൽ ചെയ്തോ എന്ന് എനിക്കറിയില്ല. സബ്മിറ്റ് ചെയ്യേണ്ടത് എനിക്ക് അയച്ചു തന്നിട്ട് കാര്യമില്ല, അത് വാല്യൂ ചെയ്യുന്നത് സാറാണ് മാർക്ക് ഇടുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്, കാരണം ക്ലാസ് റൂം ആക്സസ് എനിക്കില്ല. അപ്പൊ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ, സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സബ്മിറ്റ് ആയോ, എത്ര മാർക്ക് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സിൻരാജ് സാറിനോട് ചോദിക്കണേ. എന്തോ ഞാൻ തിരക്കിലിരിക്കുമ്പോ ആരുടെയോ മെസ്സേജ് എനിക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അയച്ചിട്ട് കാര്യമില്ലാന്ന്. പിന്നെ ഞാൻ ഓർത്തെ അത്രയും അല്ലായിരുന്നു പറയേണ്ടത്, ഇതും കൂടെ പറയണമായിരുന്നു, സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ വരെ. ഞാൻ നിങ്ങൾക്ക് ആക്ടിവിറ്റി അല്ലെങ്കിൽ അസൈൻമെന്റ് തരുന്നു, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഓഫീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരത് നോക്കി വാല്യൂ ചെയ്യും. ഇതെല്ലാം ലാസ്റ്റ് ഫൈനൽ വൈവയ്ക്ക് ഞാൻ ചോദിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് റൂം ചാനലിൽ ഇടുമ്പോൾ സാറാണ് അതിന്റെ വാല്യൂഷൻ ചെയ്യുന്നത് കേട്ടോ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഇനി ഈ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. നമ്മളെല്ലാവരും ഫെസിലിറ്റേറ്റർ ആണ്. ലൈക്ക് പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ ആരാണ് ക്ലാസ് ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ വേണം നമ്മൾ ഇരിക്കാൻ. കാണുന്നവർക്ക് ലീഡർ ആരാന്ന് മനസ്സിലാകരുത്. ആ ഒരു രീതിയിൽ എല്ലാവരും ഒരുപോലെ ഇന്ററാക്റ്റീവ് സെഷൻ ഡിസ്കഷൻ ആയിരിക്കണം. അങ്ങനെയാണ് ശരിക്കും ക്ലാസ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്കറിയാവുന്ന നമ്മളുടെ തോട്ട് പ്രോസസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, തിമാറ്റിക് ലേണിംഗ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നു, സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് പോകേണ്ടത്. ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ് ആണ്. അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് പഠിച്ച് അതിനെപ്പറ്റി എഴുതിയിട്ട് നമ്മുടെ നോട്ട്സ് കറക്റ്റ് ചെയ്യാൻ ടീച്ചറുടെ അടുത്തേക്ക് പോകുന്നു, അതല്ല ഇവിടെ. ഓക്കെ, നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. കുട്ടികൾ നോക്കുമ്പോൾ അവർ മിസ്റ്റേക്സ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് കാണും. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കാണും. പക്ഷെ ഫെസിലിറ്റേറ്റർ ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ പോകില്ല, പക്ഷെ അവരെ ഗൈഡ് ചെയ്യും. നീ ചെയ്തത് തെറ്റിപ്പോയി, ഇങ്ങനെയാ ചെയ്യേണ്ടത്, ശരിയാക്കൂ, അങ്ങനെ പറയില്ല. അപ്പൊ ഗൈഡ് ചെയ്യുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലാവും, അത് ഞാൻ ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് കുട്ടി മനസ്സിലാക്കി കുട്ടി ചെയ്യുക. അപ്പൊ ഒരു ലേണിംഗ് പ്രോസസ് അവിടെ നടക്കുന്നത്. അല്ലാണ്ട് നമ്മള് കുട്ടിയെ പേടിപ്പിച്ചോ കുട്ടിയെ വടി കാണിച്ചിട്ടോ തെറ്റിപ്പോയി കറക്റ്റ് ചെയ്യാൻ. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. പലപ്പോഴും അവര് ടെൻസ് ഫോംസ് ഒന്നും പഠിച്ചിട്ടല്ല അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് പറയുമ്പം ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആക്കി അവര് ടേക്കഡ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഒരിക്കലും കറക്റ്റ് ചെയ്യാനായിട്ട് പോരുത്. നമ്മളൊരു സിനാരിയോയില് നമ്മള് ടുക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അപ്പൊ കത്തും, അവിടെ അപ്പൊ ടുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നമ്മളിത് തെറ്റാണ് അവിടെ എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരിക്കലും ഗ്രാമർ ശരിയാണോ എന്ന് ചോദിച്ച്
നിങ്ങൾ എനിക്ക് അയക്കേണ്ടതില്ല. എന്തെങ്കിലും സജഷൻസ് തരാമോ, അല്ലെങ്കിൽ അതൊന്ന് ഗൈഡ് ചെയ്യാമോ, ഞാൻ ഇങ്ങനെ ചെയ്ത അതൊക്കെ ഓക്കെ. മനസ്സിലായോ? അപ്പൊ അത് നമ്മുടെ ലേണിംഗ് പ്രോസസ്സാ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. കൂടി അപ്പൊ ഇന്ന് പ്രേയറിന് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ. അത് കഴിയുമ്പോൾ നമുക്ക് സ്മിത സെമിനാർ ഒന്ന് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. നോക്കാം, അതുപോലെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഇന്ന് ഒരാളുടെ വേറൊരു ദിവസം ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ സ്കൂളില് സെമിനാർ നടത്തുവാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഐഡിയാസ് അതിനകത്ത് കൊണ്ടുവരുന്നുള്ളത്. സ്മിത എന്നോട് പേഴ്സണലി പറഞ്ഞു എനിക്കത് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. കുറെ പേർക്ക് ആ കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രേയറിന് ശേഷം നമുക്ക് ആ പ്രസന്റേഷനിലേക്ക് പോവാം. ഞാൻ ചെയ്യട്ടെ മാം? രണ്ടുപേര് വന്നു, ജിംഷ, ആര്യലക്ഷ്മി. സോ നമുക്ക് ജിംഷ, ആര്യലക്ഷ്മി പ്രേയർ പറയട്ടെ. നെക്സ്റ്റ് ഡേ ജിംഷയ്ക്ക് പറയാലോ. ചൊല്ലിക്കോട്ടെ മാം. When sun smiles at the east, let's wake up with a smile. The moonlight brings us hope when we give up on our life. When the chosen way is strong, the stars will lead the way. The birds will lead us back when we lost in dense forest. The wind will cool us when the life is give us burn. I am thanking Almighty for making who I am. Thank you, ma'am. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്യാം. നിങ്ങളുടെ റോൾ പ്ലേയും ബാക്കി ആക്ഷൻ സോങ് ഒക്കെ ഇതിനൊപ്പം പല ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു ദിവസമല്ലേ കാണുന്നുള്ളൂ, അപ്പൊ എല്ലാം കൂടെ അന്ന് പറ്റില്ലല്ലോ. ഇന്ന് നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. Let's start, ma'am. Yes, please. If you are asked to present a thesis in a seminar on nutrition. Presentation video on ചെയ്യാൻ പറ്റുമോ? On ചെയ്യാം. Okay. Good evening everyone. If you are asked to present a thesis in a seminar on nutrition including fruits and other vegetables conducted at your school on World Nutrition Day, what ideas would you include in it? Hello everyone. I am so glad you could join me today. I am very excited about today's topic. I am talking about World Nutrition Day, with including fruits, vegetables and more nutrients food in our healthy life. Introduction. World Nutrition Day is celebrated every year on 28th to the importance of right nutrition. The aspects of health and development, good nutrients is connected to improve child and material health, stronger immune systems and reduced risk of non-communicable diseases. The father of nutrition is Anthony Laurent B. Lavoisier. The theme on the World Nutrition Day in this year is focuses on dairy products and giving people the nutrients they need to stay healthy. Hippocrates, the father of medicine, said, "The food impacts a person's health, body and mind to help prevent illness as well as maintain wellness. Nutrition is the process of taking in food, converting energy required for life." The importance of World Nutrition Day is that food helps us to remember how it is to eat well. The theme of the World Nutrition Day is Thriving Mothers. Content. The main nutrients food are fruits, vegetables, dairy products, meat and fish. Fruits and vegetables included in our daily life, more healthy and prevent illness. Fruits. The fruits are orange, apple, avocado, mango, cherry, grape, banana, watermelon, guava, lemon, strawberry, papaya, pomegranate, coconut, etc. are more nutrients and contain vitamins. Orange. Orange are good sources of fiber and rich sources of vitamin and folate. The small amount of thiamine, vitamin B, calcium and potassium. Apple. Apple contain fiber, vitamin C and antioxidants. A medium size of apple provides 11 to 14% of fiber and 10% of vitamin C. Avocado. Avocado are a sources of vitamin C, vitamin E, vitamin K and B6 and riboflavin, niacin, folate, pantothenic acid, magnesium, potassium. It contains beta-carotene and omega-3 fatty acids. Cherry. Cherries are full of minerals and other nutrients. It provides vitamin C, absorb iron and prevent against cell damage. Grapes.
Grapes are a rich sources of copper and vitamin K. Copper provides minerals in energy production. Vitamin K helps to for blood clotting and healthy bones. Banana. Banana are several vitamins and minerals, especially potassium, vitamin B6, vitamin C. Banana are good for lower blood pressure. Watermelon. Watermelon is good rich in vitamin C. It helps the body absorb iron. Guava. Guava contains vitamin C. It is high vitamin C content and iron calcium. Strawberry. It contains vitamin C, reduce the risk of disease like cancer, diabetes, stroke, and heart disease. Lemon. Lemon are good sources of vitamin C. Papaya. Papaya contains vitamin A, vitamin C, vitamin E. The antioxidant prevents the oxidation of cholesterol. Pomegranate. It is a good source of vitamin E, which is an antioxidant vitamin K. Coconut. It is a small amount of folate, vitamin C, and thiamine. All fruits are very healthy and nutrient. It contains more vitamin fibers, for proteins also. A small quantities of fruits included in our daily life. It helps to prevent disease, more immunity, and stay healthy. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ട്സിന്റെ കുറച്ച് പടം ഒട്ടിച്ച് പിക്ചർ അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പിക്ചറിനകത്തുള്ളതാണ് ഈ ഓരോന്നായിട്ട് ഞാൻ എന്താണ് കണ്ടന്റ് പറഞ്ഞത്. അടുത്ത വെജിറ്റബിൾസും അതുപോലെ തന്നെ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഓരോന്നും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ആർ വെരി എസെൻഷ്യൽ ടു ഗുഡ് ഫോർ ഹെൽത്ത്. വെജിറ്റബിൾസ് ആർ parts of plants consumed by humans or and other animals as food. Colorful and nutritious vegetables are one of the healthiest food and eat. It can be used for fresh vegetables, salads and cooked. The important vegetables are carrot, pea, ginger, tomato, bitter gourd, onion, cabbage, lady's finger, ivy gourd, brinjal, jackfruit, cauliflower, elephant yam, beetroot, etc. Carrot. Carrot are an excellent sources of vitamin A and beta carotene. It is a good sources of vitamin C, vitamin K, dietary fiber and low calories. Pea. It provides an excellent source of beta carotene, vitamin A. It is needed for healthy skin, bones, eyes. Pea contains vitamin C and good sources of thiamine and niacin. Ginger. Ginger is in vitamin C, vitamin B6, micronutrients like magnesium, copper, potassium, fiber and water. Tomato. Tomatoes are rich sources of folate, vitamin C and potassium. Bitter gourd. It contains vitamin A, vitamin E, vitamin C and thiamine. Onion. Onion are high in vitamin C, may help our immune health. It is rich in vitamin C, fiber and vitamin K. It is supporting digestion and heart disease. Ivy gourd. Ivy gourd includes 1.4 milligram of iron, 14 milligram of calcium, 0.07 milligram of vitamin B1 and B2 and dietary fiber. Brinjal. Brinjal contains niacin, thiamine, vitamin C, vitamin B6, vitamin A, vitamin K and vitamin E. Cauliflower. If it comes to nutrition, cauliflower is a superstar. It includes vitamin C, vitamin K, cholesterol free and fat free. Beetroot. Beetroot is a good sources of fiber, folate, B, vitamin 9, vitamin B9, manganese, potassium, iron and vitamin C. The healthy benefit of beetroot are blood flow, lower blood pressure. Elephant yam. It contains calories, sodium, potassium, calcium, protein and vitamin A, vitamin C. Jackfruit. It is rich in vitamin C, vitamin B6, folic acid, niacin and riboflavin. Conclusion. The healthy food is led to disease-free and good mental health. It is essential to good health are hygiene of surroundings, healthy food habits, and not mental stress. The ancestors said the first wealth is health. The economics and health experts, David D. Bloom in Finance and Development led to good health is the foundation on which to build a life, a community and economy. Good exercise provides healthy body. Drinking water is important to our health. Drink 3 or 4 liter water is daily life. I concluded that to ensure good health, eat lightly, breathe deeply, lie moderately, cultivate cheerfulness and maintain on interest in life. Okay,
താങ്ക് യു ഫോർ. നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ കണ്ടന്റ്സ് ഉണ്ട്. ശരിക്കും നല്ലപോലെ ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. മാം എനിക്ക് തന്ന ഒരു കണ്ടന്റ് അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ പോയിന്റ്സ് ചേർക്കണം എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് തയ്യാറാക്കിയത്. അപ്പൊ തയ്യാറാക്കിയിട്ട് അത് പ്രസന്റ് ചെയ്ത എല്ലാവർക്കും ഇത് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത്. പക്ഷെ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് അറിയാതെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതൊന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. അപ്പം ഈ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പോയിന്റ്സ് ഇതിനേക്കാൾ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ നോക്കി വായിച്ചതുകൊണ്ടാ, ശരിക്കും പറഞ്ഞാൽ സദസ് നോട്ട് നോക്കിയിട്ട് നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അതൊക്കെ തയ്യാറായത് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കി വായിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു ആശാവർക്കറെ കണ്ടു. അപ്പൊ അവരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡോൾസൻ ഗ്രൂപ്പിന് അംഗൻവാടികളിലെ ക്ലാസ്സസ് നടത്തുമ്പോൾ കുട്ടികൾ പലപ്പോഴും വരാറില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിന്റെ രീതി ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം, ഗെയിംസ് കൊടുക്കാം, ഒരു മെസ്സേജ് അതിലൂടെ കിട്ടുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കും, അങ്ങനെ എന്തെല്ലാം ഓരോ ഏജിലെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നോക്കുക. സ്മിത നല്ലപോലെ തന്നെ അത് നല്ല എനിക്ക് കുറേ പേര് ആരൊക്കെയോ എനിക്ക് അയച്ചും തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യെസ്, വീഡിയോ പ്രസന്റ് ആണോ ചെയ്യാനുള്ളത്? എന്തോ വീഡിയോ പ്രസന്റേഷൻ ആണോ ചെയ്യാനുള്ളത്? അങ്ങനെയും ചെയ്യാം, നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാം, നമുക്കല്ലാതെ ചാർട്ട് കൊണ്ടുപോയി ലൈവായിട്ട് ചെയ്യാം. ഡിപ്പെൻസ്, നമുക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റി എത്രത്തോളം. അംഗൻവാടികളിലൊന്നും നമുക്ക് PPT ചിലപ്പോ നടന്നു വരില്ല. ചാർട്ടിലുള്ളതും അല്ലെങ്കിൽ നമ്മള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ്, അത് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ 3 വേർഡ്സിനെ കുറിച്ചും അതിന്റെ വ്യത്യാസങ്ങളും അത് നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഒന്ന് മെന്റൽ ഹെൽത്ത്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ മെന്റൽ ഇൽ ഹെൽത്ത്. തേർഡ് വൺ മെന്റൽ ഇൽനെസ്. എക്സ്ക്യൂസ് മീ ടീച്ചർ, പറയൂ രമ്യ. യെസ് പ്ലീസ്. ആ ചാപ്റ്റർ ഒന്ന് പറയൂ ടീച്ചർ, ഞാൻ ജോയിൻ ചെയ്തോളേ. ചാർട്ട് ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു. ചാപ്റ്റർ 6 പ്രസന്റ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായില്ലായിരുന്നോ? വേൾഡ് ന്യൂട്രീഷൻ ഡേയിൽ നിങ്ങൾ ഒരു സെമിനാർ എടുക്കാൻ പറഞ്ഞാൽ എന്തെല്ലാം ഐഡിയാസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് സ്മിത പ്രസന്റ് ചെയ്യുമായിരുന്നു. അത് ഞാൻ കേട്ടു, അത് മുതൽ കേട്ടു. ഓക്കെ, ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 6 ആണ്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്. മെന്റൽ ഹൈജീൻ എന്താണ്, അതിന് ക്രോ ആൻഡ് ക്രോ കൊടുത്ത ഡെഫിനിഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 3 വേർഡ് റിലേറ്റഡ് വിത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. 3 വേർഡിൽ ഒന്നാണ് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽ ഹെൽത്ത്, ILL ആണ്, മെന്റൽ ഇൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ്. ഇത് 3ഉം എന്താണെന്ന് നിങ്ങളുടെ ഐഡിയ ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊക്കെയാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് നമ്മളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ആവുന്ന, മെന്റൽ ഹെൽത്തും ഹൈജീനുമായിട്ട് കണക്ട് ആവുന്ന 3 വേർഡ്സ്: മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പ്രായത്തിനൊത്തുള്ള ഒരു മാനസിക വളർച്ച. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഇനി അത് മാനസിക വികാസമില്ലാത്തത്, ഒരു പക്വതയില്ലായ്മ. ഇപ്പൊ ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ കുട്ടികളൊക്കെ ഇല്ലേ മാം, അതുപോലെയുള്ളത്. പിന്നെ തേർഡ് വൺ മാം പറഞ്ഞു പോയിന്റ്, അതൊന്ന് മെന്റൽ ഇൽനെസ് ആണോ പറഞ്ഞത് അതോ മെന്റൽ ഇൽ ഹെൽത്ത് ആണോ?
മെന്റൽ ഇൽ ഹെൽത്ത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാനസിക വികാസം ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, ആ പ്രായത്തിനൊത്തുള്ള പക്വത ഇല്ലാത്തത്. ഇനിയിപ്പം മെന്റൽ ആ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ള ഇതാണോ? എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയത്. No, yes or no question between us. Okay, അപ്പൊ ഈ keep അതെ, അതെ, smiling പേരെന്താ ശരിക്കും? അങ്ങനെയാണ്. ഈ ആ, മെന്റൽ എനിക്ക് ഹെൽത്ത് എന്തെങ്കിലും എന്ന് ഉണ്ടെങ്കിൽ പറയുന്ന നിങ്ങൾ ഇമോഷൻ പറഞ്ഞാൽ ഹെൽത്ത് മതി. കൂടിയതാണോ? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമോഷണൽ ഇതിൽ ഹെൽത്ത് ഇമോഷൻസ് കൂടിയതാണോ? എന്ന പോയിന്റ് കറക്റ്റ് ആണ്. ഈ കീപ് സ്മൈലിങ്ങിന്റെ പേരെന്താ? എന്റെ പേര് രമ്യ എന്നാ മാം. രമ്യ. അപ്പൊ രമ്യയുടെ അഭിപ്രായം പറഞ്ഞു, ഒപ്പീനിയൻ പറഞ്ഞു. എസ്തർ പറഞ്ഞു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമോഷണൽ ഹെൽത്ത് ചേരുന്നതാണോ അല്ലെ. പിന്നെ അഭിജിത്ത് ജയൻ ആരാ, എനിക്ക് അതിനകത്ത് ശരിക്കുള്ള പേരെന്ന് അറിയില്ല. രമ്യ പറഞ്ഞുകൊണ്ടിരുന്നപ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? മാം ഗുഡ് ഈവനിങ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യമല്ലേ? മാനസികാരോഗ്യം. മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ആരോഗ്യവും ഒരു എന്താ പറയുക, രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ. ഇപ്പൊ ആ കുട്ടി പറഞ്ഞ പോലെ ഈ മാനസിക വളർച്ച പാകമാകാത്ത ഇതുപോലത്തെ സംഭവം. പിന്നെ മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മാനസികം ആ ഒരു അസുഖമായിട്ട് ബാധിച്ചവരെയാണ് മെന്റൽ ഇൽനെസ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങളത് നല്ല രീതിയിൽ തോട്ട് പ്രോസസ്സ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറയാൻ പറ്റുന്നത്. മെന്റൽ ഹെൽത്ത് മീൻസ് നോട്ട് എ സൗണ്ട് മൈൻഡ്. കറക്റ്റ് അനുപമ, ശരിയാണ്. അനുപമയുടെ ഒപ്പീനിയൻ പറഞ്ഞു, സൗണ്ട് മൈൻഡ് അല്ലാത്തതാണ് മെന്റൽ ഹെൽത്ത് പറയുന്നത്. ഓക്കെ മിസ്, അതുപോലെ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ അല്ലേ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും? യെസ്, ആര്യലക്ഷ്മി. മെന്റൽ ഹെൽത്തും മെന്റൽ ഇൽ ഹെൽത്തും നമ്മളുടെ മൂഡിനെയും നമ്മളുടെ ഇമോഷനെയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വേർഡുകളാണ്. മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായി മാറുന്ന ആ ഒരു സിറ്റുവേഷനെ. കറക്റ്റ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി ഗുഡ് എന്ന് പറയേണ്ടത്. ശരി തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ്, ഹരിത. മെന്റൽ ഹെൽത്ത് ഇസ് കംപ്ലൈന്റ് ഓഫ് ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. യെസ്, നമ്മൾ ഓൾറെഡി മെന്റൽ ഹെൽത്തും ഹൈജീനും ഒരു കേസ് സ്റ്റഡിയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റൽ ഇൽനെസ്. യെസ്, ഓക്കെ, എനിവൺ എൽസ്? പിന്നെ ടീച്ചറെ, ഡെഫിനിഷൻ ആയിട്ടല്ല, മെന്റലി ഹെൽത്തി ആയ ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. പിന്നെ മനസ്സിനെ ഏത് ഇതിലും റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, വെരി ഗുഡ്. പിന്നെ മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ മനസ്സിനെ ബാധിക്കുന്ന ചില വിഷാദ രോഗം അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നത്. പിന്നെന്തായിരുന്നു മിസ്റ്റർ? മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽനെസ് അത് രണ്ടും എനിക്ക് ഒരേ ഇത് തന്നെയായിട്ട് തോന്നണം. ഞാൻ ഈ പറഞ്ഞത് തന്നെയായിട്ട് തോന്നണം. എക്സാമ്പിൾ ആയിട്ട് ലാസ്റ്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും എന്താന്ന്. ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞത് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. നല്ലൊരു വൈഡ് തിങ്കിങ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഷെയർ ചെയ്തോ, നമ്മൾ മാത്രമുള്ള പ്ലാറ്റ്ഫോം അല്ലേ. ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ഡെഫിനേഷൻസ് വരുന്നത്. Mental illness means a group of illness that may impact on a person's thoughts. Yes. Swati Varma, group of illness that may impact on a person's thoughts, perception, feelings and behavior. Mental illness condition involving changes in emotion, thinking, behavior. Mental illness is a state where one
don't understand what is like madness. കുറെ കാര്യം കംപ്ലൈന്റ് ഓഫ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഏതെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ടോ നിങ്ങൾ ഫേസ് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടോ, പേരുകളൊന്നും റിവീൽ ചെയ്യാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ അങ്ങനെ തോന്നിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാം, ഇന്നിപ്പോ ഡേ ടു ഡേ ലൈഫ് നമ്മളുടെ പത്രത്തിൽ തന്നെ എത്രയോ പീഡന കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതെല്ലാം ഈ മെന്റൽ ഇൽനെസിന്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലും അതെ ഈ ചെറിയ പ്രായമുള്ള ഈ കുട്ടികളൊക്കെ തന്നെ, അതുങ്ങൾക്ക് എന്തറിയാം, ഒത്തിരി പ്രായ വ്യത്യാസമുള്ളവര്, അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. മാം, എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു. അത് വന്നിട്ട് എൻ്റെ അടുത്തുള്ള ഒരു റിലേറ്റീവ് ആണ്. ആ കുട്ടിക്ക് ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ടാണോ അതോ കുട്ടിയായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പറയുന്നതാണോ, അവൻ ചെറിയ ഒരു ഫോർവേഡ് കുട്ടിയല്ല, ഒരു ചെറിയ വ്യത്യാസം അവനുണ്ട്. അതാണോന്ന് അറിയില്ല. പെട്ടെന്ന് അങ്ങനെ വൈൽഡ് ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുക, ആള് ആരെങ്കിലും ഒന്നും മുട്ടിയാൽ പോലും അവരെ ചീത്ത പറയുക, അടിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ കാണിച്ചു ഈ ഇടയ്ക്ക്. ഇപ്പോൾ ഈ കുറച്ച് ഒരു രണ്ട് ആഴ്ച അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്ക് ഒരു സ്വഭാവ വൈരൂപ്യം പോലെ തോന്നി. അതും ഇതിനെ സംബന്ധിച്ചുള്ള പോലെയല്ലേ? എന്നുവെച്ചാൽ കുട്ടി അമ്മ കാണിച്ച, അതായത് അമ്മ ആ സമയത്തൊരു ഇതുപോലെ കാണിച്ചായിരുന്നു. അവള് കാണിച്ച അതേ ഇത് തന്നെ ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എടുത്ത് കാണിക്കാൻ തുടങ്ങിയതാണോ അതോ കുട്ടിക്ക് വന്നതാണോ, ഞങ്ങളാകെ കൺഫ്യൂഷനായിപ്പോയി. പക്ഷെ അവരോട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ ഒന്നും അവർ കേൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളത് വിട്ടു. എന്നുവെച്ചാൽ അവളതൊരു എന്താ ബാഡായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാണ്ടായിപ്പോയി. എന്നുവെച്ചാൽ ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഇതാണ്, സൈക്കോളജി എന്ന് ആരെങ്കിലും ഒന്ന് കാണിക്കേണ്ടതായിരുന്നു. കൊച്ചിന് 10 വയസ്സേ ഉള്ളൂ, പക്ഷെ ആള് കാണിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് നോർമലായിട്ടുണ്ട് ആള്. അങ്ങനെ ഒരു മെന്റൽ ഇതുപോലെ കൊച്ച് ആരെ കണ്ടാലും ചീത്ത പറയുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കാണിച്ചുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട്. ഇങ്ങനെ ഈ സംഭവം നടന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ നടുവിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്മയ്ക്ക് മാറി പക്ഷെ ഇതിങ്ങനെ കൊച്ച് അതേപോലെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഓർത്തു കൊച്ചിന് അസുഖമായിരിക്കും, അല്ല ഇത് കാണിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇത് മാറാണ്ടായപ്പോ ഡോക്ടറിനെ കാണിക്കാൻ അവിടെ നിന്ന് തന്നെ അവര് പറഞ്ഞു. എന്നിട്ട് ഇവര് അത് സമ്മതിക്കുന്നില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ഞങ്ങൾ കണ്ട വിഷയമാണ് ഇത്. ഒരാഴ്ച മുമ്പ് ഈ സംഭവം കണ്ടതാണ്. ഈ കുട്ടിയുടെ 10 വയസ്സുള്ള ഒരു കുട്ടി കാണിച്ചത് ഭയങ്കരമായിട്ട് വയലന്റ്. സെൻസിറ്റീവ് ഇഷ്യൂസ് ആണ്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ we should respect their feelings. അവരുടെ സിറ്റുവേഷനും ഫീലിങ്സും ഒക്കെ റെസ്പെക്ട് ചെയ്ത് നമ്മളത് ഭയങ്കര ഡെഡിക്കേറ്റ് അല്ലേ, നമ്മൾ ആ രീതിയിൽ അതൊന്ന് ഹാൻഡിൽ ചെയ്യണം. ഇത് കോമൺ ആ മാം. ഞാൻ തന്നെ അവിടെ ഭജന ഇരുന്നപ്പോ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇതിലുണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകും. ചിലവര് പറയും ബാധ കയറിയതാണ്, ചിലത് അതുങ്ങൾക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടാകും. അത് കോമൺ അവിടെ. അതല്ല, കുട്ടിക്കുണ്ടായിരുന്നില്ല. മെന്റലി അമ്മയ്ക്കായിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഒരു 2-3 ദിവസത്തിൽ തന്നെ അത് മാറി. അവളുടെ ആ പ്രശ്നമൊക്കെ മാറി. ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള എല്ലാ കേസും മാറി. അവള് ക്ലിയർ ആയപ്പോൾ കൊച്ചിനെ അങ്ങ് തുടങ്ങിയിട്ട് രക്ഷയില്ലാണ്ടായി. അപ്പോൾ തിരുമേനി അങ്ങനെ നെയ്യും കൊടുത്ത് വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ, അവന് ക്ലിയർ ആയിക്കോളൂ എന്നും പറഞ്ഞു വിട്ടു. ഇപ്പൊ വലിയ പ്രശ്നമില്ല, ആള് നോർമലായിട്ട് പോകുന്നു. പക്ഷെ അന്ന് ആ സംഭവം കാണിച്ചത് ഇങ്ങനെയാണ്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ മെന്റൽ ഇൽനെസ് പോലെ എന്ന് വെച്ചാൽ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ പോയി. കാരണം അമ്മ പറഞ്ഞാലേ കേൾക്കുള്ളൂ, ആ അമ്മ പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയി. അപ്പൊ നമുക്കത് ഞാനിപ്പോ ഇത് ഞാൻ കുറെ നാളായിട്ട് മാഡത്തിനോട് പറയണമെന്ന് കരുതിയിരുന്നതാണ്. ഇപ്പൊ അതെടുത്ത് പറയുന്നു. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയുള്ള ആളുകളുടെ അവരുടെ ബിലീഫ് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ലെറ്റ് ദം ഡു. ആ ഒരു ബിലീഫിൽ ഒരു പോട്ടെ. പക്ഷെ അതിന്റെ ഒപ്പം ഉള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ തെറാപ്പി എന്തെങ്കിലും വേണമെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുവരണം. ഒപ്പം പ്രാർത്ഥന എനിക്ക് ആ പേര് ആരാന്നറിയില്ല,
അതൊന്നും നോക്കി. മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യുമോ പ്ലീസ്? മാമിൻ്റെ അത് ക്ലിയർ ആവുന്നില്ല. മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുറേ പേരുടെ ഒപ്പീനിയൻസ് കേട്ടു അല്ലെ. ഞാൻ പറഞ്ഞു എന്നെ എക്സാമ്പിൾ ആക്കി പറയാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എന്റെ ബോഡിയുടെ ഫിസിക്കൽ ആരോഗ്യപ്രദമായ ശരീരം. യെസ്, എല്ലാം ബോഡിയുടെ എല്ലാ ഓർഗൻസും, ഇന്റേണൽ ഓർഗൻസ് എല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതല്ലേ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആ ഫിസിക്കൽ മാറി മെന്റൽ ഹെൽത്ത് ആവുമ്പോഴോ എന്റെ തോട്ട്സ് പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും. എന്റെ മാം, നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതല്ലേ മെന്റൽ ഹെൽത്ത്. നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇമ്പൾസീവ് ആക്ഷൻസ് അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മുടെ സെൽഫിന് നമ്മൾ മറ്റുള്ളവരെ അനലൈസ് ചെയ്യും എപ്പോഴും. അയാൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാൾ അങ്ങനെയാണ് നടക്കുന്നത്. നമ്മളത് നമ്മളെ ചെയ്യണം, നമ്മളെ അനലൈസ് ചെയ്യണം. ബ്രേക്ക് ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? എക്കോ എന്ന പോലെ തോന്നുന്നുണ്ട്. ആരും അൺമ്യൂട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ആരുടെയും ഒരു മൈക്ക് ഓൺ ആവുമ്പോഴേക്കോ വരുന്നത്. അപ്പം എന്താ പറയാ, ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പോസിറ്റീവ് തോട്ട്സ്. ഞാൻ നെഗറ്റീവായ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് എല്ലാം സ്ട്രെസ് മാനേജ്മെന്റ് പറ്റുന്നു. എന്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുന്നു. സെൽഫ് അനാലിസിസ് ഞാൻ നടത്തുന്നു. മറ്റുള്ളവരെ അനലൈസ് ചെയ്യാൻ പോകില്ല, എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെവിടെ ഞാൻ കറക്റ്റ് ചെയ്യണം, അതൊക്കെ ചെയ്യും. സോ മെന്റൽ ഹെൽത്ത്. ഇനി മെന്റൽ ഇൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ് അല്ല ഞാൻ പറയുന്നത്, മെന്റൽ ഇൽ ഹെൽത്ത്. ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ പേരങ്ങ് വിളിക്കുക കേട്ടോ, അഞ്ജലി. ഞാൻ അഞ്ജലിയെ പറ്റി ഭയങ്കര മോശം പറയാ. ഈ അഞ്ജലി നടക്കുന്ന കണ്ടോ, കുട്ടിയുടെ ഡ്രസ്സ് കണ്ടോ, എന്തൊരു മോശം, ചിരിക്കുന്ന കാണാൻ ഒരു ഭംഗിയില്ല, കല്ലിരിക്കുന്ന നോക്ക്. അതാണ് മെന്റൽ ഇൽ ഹെൽത്ത്. ഞാൻ എല്ലാം നെഗറ്റീവായിട്ടാ പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ നല്ലത് പറയുന്നേ ഇല്ല. സോ ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. ഇപ്പൊ ക്ലിയർ ആയോ? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കണ്ടെത്തുക അങ്ങനെയാണോ ഉദ്ദേശിക്കണേ? ഒരാള് പറയാമോ? ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോ ഒരു വ്യക്തിയുടെ ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണതാണോ മാം മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മള് ക്വാളിറ്റീസ് ഒന്നും പറയുന്നില്ല, അവരെ പറ്റി ഇങ്ങനെ ദുഷിച്ച് പറയുന്നു, സംസാരിക്കുന്നു, നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. അതായത് അതാണ് മെന്റൽ ഇൽ ഹെൽത്ത്. ആക്ച്വലി മെന്റൽ ഹെൽത്ത് നമ്മളായിട്ട് തീർക്കുന്നതാണ്, നമ്മളായിട്ട് ഉണ്ടാക്കി തീർക്കണതാണല്ലേ ഇൽ ഹെൽത്ത്. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ്, എന്തൊക്കെയോ ഡിസോർഡർ കൊണ്ട് അത് സംഭവിക്കുന്നതാണ് മെന്റൽ ഇൽനെസ്. മാനസിക രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പല രീതിയിലുള്ള ഡിസോർഡേഴ്സ്, അത് ചെറിയ രീതിയിൽ വരാം, അതിന്റെ ഗ്രേഡ് കൂടാം, മോഡറേറ്റ് ആവാം. അങ്ങനെ വരുന്ന ഓരോ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റുന്നില്ല, നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, ഷൗട്ട് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മളുടെ ഡിസോർഡേഴ്സ് ആണ്. അത് മെന്റൽ ഇൽനെസ്സിൽ വരും. ഇൽ ഹെൽത്ത് ഈ മാനസിക രോഗം എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഈ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടില് കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. അതിൽ വരുന്നുണ്ട്. അത് ഹെറിഡിറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും, കുട്ടി വളരുന്ന ചുറ്റുപാട് എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ പുതിയ റിസർച്ച് നടക്കുവാണല്ലോ, നമ്മൾ ഓൾറെഡി വെൽനെസ്സിൽ പറഞ്ഞിരുന്നു. ക്ലൈമറ്റ്, എക്കണോമിക് കണ്ടീഷൻ, ക്ലൈമറ്റ് ഒക്കെ ആളുകളുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യിക്കുന്ന ഒരു സാധനമല്ലേ ക്ലൈമറ്റ്. പണ്ടൊന്നും വലിയ ഇതായിട്ട് നമ്മളെ ബാധിക്കില്ലായിരുന്നു, പക്ഷെ വർഷങ്ങൾ കഴിയുന്തോറും ക്ലൈമറ്റ് ചേഞ്ചസ് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. യൂറോപ്യൻ കൺട്രീസിൽ സൺ കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ പെട്ടെന്ന് ഡിപ്രസീവ് മൂഡിലേക്ക് പോകും. കാരണം അവർ കൂടുതൽ കാണുന്നത് ഇരുട്ടാണ്, അവർക്ക് വെളിച്ചം കുറവാണ്.
പിന്നെ ഇലകൾ എപ്പോഴും ഷ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും പച്ചപ്പും അവർ കാണത്തില്ല. ഇല കൊഴിഞ്ഞ് അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പോലെ മഞ്ഞു മൂടിയ സ്ഥലങ്ങള്, ഇരുട്ട് മാത്രം, സൂര്യൻ ഉണ്ടാവാറില്ല പലപ്പോഴും. വളരെ കുറച്ച് സമയമൊക്കെയാണ് സൂര്യനെ അവർക്ക് കിട്ടുന്നത്. അപ്പൊ അവരൊരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകും. അങ്ങനെ അങ്ങനെ പലതും ഡിപ്പെൻഡ് ചെയ്യും ആളുകളുടെ ഈ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ, പിന്നെ മെന്റലി വരുന്ന പല ഡിസോർഡേഴ്സ്. ചൈൽഡ് ഡെവലപ്മെന്റിൽ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വരുന്നത്, നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ ചൈൽഡ് ഡെവലപ്മെന്റ്. ടീച്ചറെ ഈ മെന്റൽ ഹെൽത്തിന്റെ പാരമ്പര്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് ഒരു വീട്ടിൽ അമ്മ ഓൾറെഡി മെന്റൽ പേഷ്യന്റ് ആണ്. അത് കഴിഞ്ഞ് മക്കളെല്ലാം ഒരു 4 മക്കളുണ്ടായിരുന്നു, അവരും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ. ഇപ്പോ അവർക്കൊരു പ്രായം, അമ്മ മരിച്ചുപോയി, മക്കളും ഇപ്പൊ 2 പേരായിട്ടേ ഉള്ളൂ, ഒരു ഫാമിലി മുഴുവനും. അപ്പൊ അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയണേ. അതെ, അപ്പൊ അതാ എന്തോ വിശ്വാസത്തിന്റെ ഇതൊക്കെ പറഞ്ഞ, അവരെന്തോ അമ്പലം ഇത് കളഞ്ഞിട്ട് അവിടെ വീട് പണിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തതിന്റെ ഒരു ഇതെന്നൊക്കെയാണ് അവിടെ നാട്ടിലെ ആളുകൾ പറയണത്. അത് കണക്ട് ചെയ്യും, നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തായാലും പറ്റില്ല. നമ്മളത് റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഒരു ഫീലിങ്സ്, ബിലീഫിനെ റെസ്പെക്ട് ചെയ്യാന്നല്ലാതെ അതിൽ കൂടെ നമുക്കത് പറയാൻ പറ്റില്ല. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾക്ക് അത് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ ഒരു ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ അങ്ങ് ഡൗൺ ആവോ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്ന ഒരു ചെടി അത് വാടി തളർന്ന് ഒടിഞ്ഞു മടങ്ങി കിടക്കും, അത് കാണുമ്പോഴേക്കും നമ്മൾ അങ്ങ് ഡൗൺ പോകും. അപ്പം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നമ്മളെ ചുറ്റിയുണ്ട്. അതെങ്ങനെ വേണം, ഏത് വൈഡിൽ വേണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഹാപ്പിനെസ് കംസ് ഫ്രം അസ് എന്നല്ലേ പറയണേ, പുറത്ത് ആരുടെ അടുത്ത് അന്വേഷിച്ചിരുന്ന് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ആ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ആ ചെടി എങ്ങനെ പോയി നമുക്കത് വിഷമം തോന്നും. യെസ്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വിഷമം വരും, വെറുതെ ചില ദിവസങ്ങളിൽ മാത്രം. ഇനി കാലാവസ്ഥയുടെ എന്താണെന്നറിയില്ല, ചില ദിവസങ്ങളിൽ ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ, അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര വിഷമം. കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹാപ്പി ഹോർമോൺസ് എന്ന സംഭവമുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം ആണ് ഈ ഹോർമോൺസിനെ എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും നടക്കാൻ ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് നല്ല രീതിയിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴേക്ക് ഈ ഗ്ലാൻഡിന് ആകെ പണിയിട്ടു. ഗ്ലാൻഡിന് കറക്റ്റ് ആയിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് സ്ട്രെസ് ഹോർമോൺസ് ആയിരിക്കും പിന്നെ അതിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് നമുക്ക് അകാരണമായിട്ട് വിഷമം വരിക. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ കരയാൻ തോന്നും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ അത് നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ ആക്ഷൻസ് കൊണ്ട് ശരിക്കും മെന്റൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ ഒക്കെ തോന്നും ചില സമയങ്ങളിൽ. അങ്ങനെയല്ല, അതൊക്കെ മെന്റൽ ഹെൽത്ത്. നമ്മൾക്ക് പനി വന്നു, നമ്മൾക്ക് കോൾഡ് വന്നു, നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നു. അതുപോലെ തന്നെയുള്ളൂ മനസ്സിലെ അസുഖവും. നമ്മുടെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു വിഷമം വരുന്നു, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു, കരയാൻ തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് ശരീരത്തിൽ വരുന്ന അസുഖം പോലെ തന്നെ മനസ്സിനും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും റിയാലിറ്റിനെ. മാം, ഈ പീരിയഡ്സ് ആവുന്നതിന്റെ മുമ്പ് ഉണ്ടാവുന്ന ഈ മൂഡ് സ്വിങ്സ് ഒക്കെ അല്ലേ, അതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണോ? അതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണോ, ഈ മെന്റൽ ഇൽ ഹെൽത്ത് ഒക്കെ ആയിട്ട്? അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ മൂഡ് സ്വിങ്സ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മെന്റൽ ഹെൽത്തിനെ ഒന്ന് ബാധിക്കും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മൾ ചിലപ്പോൾ ഒത്തിരി ദേഷ്യപ്പെട്ടിരിക്കാം, അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് അൺബാലൻസ് ആകും, അത്രയേ ഉള്ളൂ.
അതാ അത് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. നമുക്ക് എങ്ങനെ നോക്കിയാലും വർക്ക് കഴിയാത്തൊരവസ്ഥ. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന പോലെ ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് മാത്രമേ അത്ര ദേഷ്യം വരാറുള്ളൂ. ചിലപ്പോ ഭയങ്കരമായിട്ട് കാലിനൊക്കെ ഭയങ്കര പെയിനാണ്. കാലിന് എന്ന മറ്റേ തൊടയുടെ മസിൽസിനൊക്കെ ഭയങ്കര പെയിനാ. അപ്പൊ ചിലപ്പോ നമുക്ക് ഇരിക്കാനും കിടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാവും വീട്ടിലൊക്കെ. അപ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരാറുണ്ട്. വെറുതെ ഷൗട്ട് ചെയ്യൊക്കെ ചെയ്യും മക്കളുടെ അടുത്തൊക്കെ, അവരൊന്നും ചെയ്തില്ലെങ്കിലും. അതെങ്ങനെ കൺട്രോൾ ചെയ്താലും നമുക്ക് നിർത്താൻ പറ്റില്ല. ഇത് രണ്ടും നമ്മളെ കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ടെൻഷൻ വരുമ്പോ തലവേദന വരുന്നു, സ്റ്റൊമക്ക് അപ്സെറ്റ് ആകും, അങ്ങനെയൊക്കെ. അപ്പൊ മെന്റൽ ആക്ഷനും ഫിസിക്കൽ ആക്ഷനും കണക്റ്റഡ് തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും റിയാലിറ്റി ആയിട്ട് എപ്പോഴും റിയാലിറ്റി കൺട്രോൾ അത് നമ്മളോട് വേണം. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുക നമ്മൾ മലയാളത്തിൽ പറയില്ലേ, റിയാലിറ്റി കൺട്രോൾ. നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി കൺട്രോൾ വേണം. നമ്മളിങ്ങനെ ഡേ ഡ്രീം ചെയ്ത് ഫാന്റസിയിലല്ല പോകേണ്ടത്. റിയാലിറ്റി എന്താണോ അത്. ഇപ്പം നമ്മളുടെ നമുക്കൊന്ന് അടുത്ത് പരിചയമുള്ള ഒരാൾക്ക് ക്രിട്ടിക്കലായിട്ട് ഒരു അസുഖം വരുന്നു, അത് റിയാലിറ്റിയാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നു. ഫർദർ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കേണ്ടത്. അല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നതല്ല. റിയാലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലോസ് നമ്മുടെ വീട്ടിൽ സംഭവിച്ചു, അത് മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും വസ്തുക്കളായിട്ടോ, ആ റിയാലിറ്റി കൺട്രോൾ അത് നമ്മുടെ മനസ്സിന് പറ്റും. നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി കൺട്രോൾ. മേ ബി നമുക്ക് ടൈം എടുക്കുമായിരിക്കും റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യും, എന്നാലും നമുക്കത് കഴിഞ്ഞാൽ ഗുഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയാം. പിന്നെ ഇമ്പൾസ് കൺട്രോൾ, നമ്മളുടെ ബിഹേവിയർ, നമ്മളിൽ നിന്നുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന റിയാക്ഷൻസ്, അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ കാണുവാണ്, പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല. അത് ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആ സിറ്റുവേഷൻ അതിന് പറ്റിയതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യും. നമ്മുടെ ഇമ്പൾസീവ് കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ. പിന്നെ സെൽഫ് എസ്റ്റീം, നമ്മളുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ശരിക്കും വേണം. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്നുള്ളത്, ആ ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും നടത്താം. നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം, ഇത് മെന്റൽ ഹെൽത്തിന് വളരെ എസെൻഷ്യൽ ആണ്. നമ്മളുടെ മനസ്സിന് ആ ഹെൽത്ത് ഉണ്ടാണെങ്കിൽ നമ്മൾ അറിയാം ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, ഞാൻ എവിടെയാണെന്ന് കറക്റ്റ് ചെയ്യേണ്ടത്, ഞാൻ അന്നത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറാമായിരുന്നു, ഞാൻ ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നു, ഇനി അത് ശ്രദ്ധിക്കണം. അത് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. സെൽഫ് ടോക്ക് ടു അവർ സെൽഫ് എന്നുള്ളതൊരു നല്ലൊരു മെഡിറ്റേഷൻ. പിന്നെ പോസിറ്റീവ് തോട്ട്സ്, നല്ല ക്വാളിറ്റി മെന്റൽ ഹെൽത്തിന് പോസിറ്റീവ് തോട്ട്സ് തന്നെ വേണം. നിങ്ങൾ മെന്റൽ ഹെൽത്ത് ആക്സസ് ചെയ്തോ? ഞാനൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. മീനിങ്, ആ ഒരു എന്തെങ്കിലും മീനിങ് എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ വേർഡ് ബബിൾ നോക്കി മീനിങ് നോക്കിയിട്ട് സ്കോർ നോക്കുക സമയം പോലെ. പിന്നെ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ് നമ്മൾ പറഞ്ഞു. പിന്നെ ആയുർവേദം ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും നമ്മളുടെ കൂടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗുഡ് ഹെൽത്ത് അത് മെന്റൽ ആയാലും ഫിസിക്കൽ ആയാലും ആയുർവേദത്തിന്റെ രീതി അനുസരിച്ച് അതിനെ ശരിക്കും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഫുഡ്. മരുന്നും ആണ്, അതുപോലെ തന്നെ നമുക്ക് രോഗമുണ്ടാക്കുന്നതും ഭക്ഷണമാണെന്ന് ആയുർവേദത്തിൽ പറയാറില്ലേ. നിങ്ങൾക്ക് ആയുർവേദം എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട, നല്ല ഹെൽത്ത് ബോഡി ആൻഡ് മൈൻഡ് ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ ഒരു പോയിന്റ് ഇതാണ്. ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിന്റെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫുഡ്. പിന്നെ ആയുർവേദം എപ്പോഴും എന്തായിരിക്കും പറയുന്നത്, നോൺ വെജിറ്റേറിയൻ ഫുഡിനേക്കാളും വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്. ഡിപ്പെൻസ്, നമുക്ക് ഇഷ്ടമുള്ളത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് ഹൈജീൻ ആയിട്ട് കഴിക്കുക, അമിതമായി കഴിക്കരുതെന്നേ. ഏതെങ്കിലും നമുക്ക് പാടില്ല എന്ന് തോന്നുവാണെങ്കിൽ അതവിടെ നിർത്തുക. അപ്പൊ അത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഡിസിപ്ലിൻ അത്രയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആകാം, നല്ല ഹൈജീൻ ആയിട്ട് കുക്ക് ചെയ്ത് നല്ല രീതികളിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്കറിയാം പൾസസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, സിറൈൽസ് ഇൻക്ലൂഡ് ചെയ്യണം.
ഫൈബർ, നാരുകളുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പയർ പരിപ്പ് വർഗ്ഗങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പയർ പരിപ്പ് വർഗ്ഗങ്ങള്, ലീഫി വെജിറ്റബിൾസ്, ചീര, ക്യാബേജ് അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണം. ഏജ് കൂടുന്തോറും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. പ്രോട്ടീൻ, ഏതൊരു രോഗാവസ്ഥയിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ അനുസരിച്ച് അതാണ് നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സിന്റെ പുട്ടും കടലയും പുട്ടും പയറും നമ്മളെപ്പോഴും പ്രോട്ടീൻ എന്തെങ്കിലും വരും. അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറിന്റെ പരിപ്പ് യൂസ് ചെയ്യും. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യും. പിന്നെ മുട്ടക്കറി, അപ്പവും മുട്ടക്കറി, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചതാണ്, നമ്മൾ ഭയങ്കര ഏജ്ഡ് ആയാലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല യങ് ആയിട്ടിരിക്കാൻ കൊളാജൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊളാജൻ കൂടുതലും നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ്. ഈ മീറ്റിന്റെ ഒക്കെ പീസില് എല്ലുണ്ടാവില്ല, എല്ലിന്റെ ഉള്ളിലെ മജ്ജയിലാണ് അത് കൂടുതൽ കണ്ടന്റ് ഉള്ളത്. അതാണ് കൊറിയൻസ്, അവരൊക്കെ കൂടുതലും മീറ്റ് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഗ്ലാസ് സ്കിന്നൊക്കെ ആയിട്ട് അവരിയ്ക്കുന്നതിന് ഒരു കാരണം അതായിരിക്കാം. അവരുടെ ഏജ് തോന്നില്ല. അവരെ കുറെ വർഷങ്ങളായാലും ജാപ്പനീസ്, പിന്നെ കൊറിയൻസ്, ഈ പറയണവരൊന്നും ചൈനീസ് അങ്ങനെ അവരവരുടെ ഫുഡില് നമ്മളെപ്പോലെ റൈസും കുറെ സാലഡ്സും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണ്. അപ്പൊ കൊളാജൻ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. പക്ഷെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ കൊളാജൻ ഉണ്ട്. പക്ഷെ കമ്പയർ ടു നോൺ വെജിന് കൊളാജൻ നോൺ വെജിലാണ് കൂടുതൽ എന്നാണ് ഞാനിങ്ങനെ വായിച്ചതാണേ. അറിയില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ല ഭക്ഷണം ഹൈജീൻ ആയിട്ട് കഴിക്കുക, അമിതമായി കഴിക്കാതിരിക്കുക. ഏതെങ്കിലും ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് പ്രോബ്ലം ആണെന്ന് നമ്മുടെ ഫിസിഷ്യനോ ഡോക്ടേഴ്സ്, നമ്മൾ കാണുന്ന ഡോക്ടേഴ്സ് ആരെങ്കിലും പറയുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. ലക്കിലി ഞാൻ നോക്കുമ്പോൾ എന്റെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വളരെ ലോ ആയിരുന്നു. ഞാൻ ആഫ്റ്റർ 3 months നോക്കിയപ്പോൾ അത് നോർമലായി. എങ്ങനെ നോർമലായി എന്നറിയില്ല. ഇനി ഒരു 3 months കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നോക്കണം. ഇപ്പൊ ഞാൻ എന്റെ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നോർമൽ ആയിരിക്കുക. കാരണം ആ ലാസ്റ്റ് 3 months ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്തു. മെഡിസിൻസ് ഒന്നും ഇല്ലായിരുന്നു. ഡയറ്റ് കൺട്രോൾ ചെയ്ത് വന്നപ്പോഴേക്കും ആണോ നോർമൽ ആയതെന്ന് എനിക്കറിയില്ല. നല്ല ഭക്ഷണത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ചു. ഇപ്പൊ ശരിക്കും ആയുർവേദം പറഞ്ഞ് ശരിയാ, ഭക്ഷണം തന്നെയാണ് നമ്മളുടെ മരുന്ന്, ഭക്ഷണം തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. എന്റെ കാര്യത്തിൽ എനിക്കത് പ്രൂഫ് ആയിപ്പോയി. പിന്നെ റൊട്ടീൻ, ഷജില 19 kg കുറച്ചു. മെസ്സേജ്, വെയിറ്റ് കൂടുതലായിരുന്നത് കൊണ്ടാണോ അത്രയും കുറച്ചത് എന്ന് വിചാരിക്കണു. ഓക്കെ. കോവിഡ് വന്നപ്പോ മാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര നീർക്കെട്ടും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ പ്രോട്ടീൻ ഫുഡൊക്കെ നോക്കി ഡയറ്റ് ഒക്കെ ശ്രദ്ധിച്ച് അങ്ങനെ ഇപ്പൊ ഒരു വർഷം കൊണ്ടിട്ട് 19 kg കുറച്ചു. മാം എക്സസൈസും ചെയ്താൽ ആ ഒരു ലിമിറ്റിന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒരേ വെയിറ്റ് തന്നെ നമുക്ക് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നേരത്തെ ഞാൻ 65 ആയിരുന്നു, ഇപ്പൊ 60 kg തന്നെ അങ്ങനെ നിൽക്കുകയാണ് 3-4 മാസങ്ങളായിട്ട്. എല്ലാവരും എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ് നേരത്തെ പറഞ്ഞില്ലേ ചൈനീസ്, കൊറിയൻസ്, ജാപ്പനീസ് ഒക്കെ അവര് ഇങ്ങനത്തെ ഫുഡ് കഴിക്കണത്. ഞാൻ പോയിട്ടില്ല, ഞാൻ ഇതുപോലെ ഒരു വീഡിയോയില് കണ്ടതാണ്. അവിടെയൊക്കെ ഏതൊരു പൊതുസ്ഥലത്തും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള ഓരോ ഫെസിലിറ്റീസ് അവിടെ പൊതുവായിട്ട് എല്ലായിടത്തും കാണും. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എക്സസൈസ് ചെയ്യാം. അതും കൂടെ അങ്ങനെ ഓപ്പൺ ജിം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ആയി തുടങ്ങി, പാർക്കില്, ബീച്ചിലൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മള് ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റൊട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയുർവേദം പറയുന്നത് റൊട്ടീനാണ് രണ്ടാമത്. അത് കറക്റ്റ് ആയിട്ട് രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മളുടെ എല്ലാ ദിനചര്യങ്ങളും അത് കറക്റ്റ് ആയിട്ട് പോകുന്നു, ഉറങ്ങുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഉറങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ജോലികൾ ചെയ്യുന്നു. റൊട്ടീൻ വളരെ നെക്സ്റ്റ് അത് റൊട്ടീൻ തന്നെ പകലത്തെ ഉണ്ടാകും, രാത്രി ചെയ്യുന്നതും.
ഇപ്പോ നമ്മള് ചാപ്റ്റർ 6 ആണ്, പാർട്ട് 1 മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 6 ആണ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. ഓക്കെ, നെക്സ്റ്റ് റിക്രിയേഷൻ. റിക്രിയേഷൻ എന്താ? നമ്മുടെ വിനോദം അല്ലെ? നമ്മള് വിനോദങ്ങളിൽ ഏർപ്പെടണം. പാട്ട് കേൾക്കാം, പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം, സിനിമ കാണാൻ പോവാം, പാർക്കിൽ പോകാം, ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കൂടി ചെറിയ ഗ്യാതറിങ്, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം, എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാം. അതാണ് തേർഡ് വൺ, റിക്രിയേഷൻ. അപ്പൊ ഫുഡ്, റുട്ടീൻ, റിക്രിയേഷൻ അതും വേണം. അത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് റിക്രിയേഷൻ എന്ന്. അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നല്ലൊരു ലെവലിലേക്ക് പോകും. ഡെയിലി എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, എറോബിക്സ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, സൂംബ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എന്താണോ നമുക്ക് ചെയ്യാൻ നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ എന്തും നമുക്ക് ചെയ്യാം. നമ്മുടെ തിങ്കിങ് ആണ് ഫോർത്ത് വൺ, ലാസ്റ്റ് വൺ. തിങ്കിങ്, സോ അത് തോട്ട് പ്രോസസ് ശരിയായ രീതിയിലാണ് തിങ്കിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ അഞ്ജലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോ മുഴുവൻ എന്റെ ഉള്ളിലല്ലേ നെഗറ്റീവ് ആകുന്നത്. അഞ്ജലിക്കൊന്നും സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് നമ്മുടെ തിങ്കിങ് വളരെ കറക്റ്റ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മള് ഗുഡ് ഹെൽത്ത്, ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും ഗുഡ് ഹെൽത്തിൽ ഇരിക്കേണ്ടതിന്റെ ആവശ്യകതകൾ നമ്മൾ പറഞ്ഞു. ഇത് ആയിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ, അറിയാതെ മൈക്ക് ഏതെങ്കിലും ഓൺ ആയിട്ടുണ്ടെങ്കിൽ. മിസ് ഇപ്പൊ പറഞ്ഞ ഓരോ സ്റ്റെപ്സ് ഇല്ലേ, ഫുഡിന്റെ റുട്ടീന്റെ ഒക്കെ, അതിന്റെ ഹെഡിങ് ഒന്ന് പറയാവോ? പറയാം. ഞാൻ അതൊരു ക്വസ്റ്റ്യന്റെ ഹെഡിങ് ആയിട്ട് ഞാൻ പറയാം. വാട്ട് ആർ ദ മെയിൻ സ്ട്രാറ്റജീസ് ടു അച്ചീവ് സ്റ്റേറ്റ് ഓഫ് ഗുഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്? നല്ല മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട മെയിൻ സ്ട്രാറ്റജീസ് ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്ക്. വാട്ട് ആർ ദ മെയിൻ സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഗുഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്? സൗണ്ട് മൈൻഡ് ആൻഡ് സൗണ്ട് ബോഡി. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം 4 ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ. 4 ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അത് ഏതൊക്കെയായിരുന്നു? ഫുഡ് വന്നു, റൊട്ടീൻ വന്നു, റിക്രിയേഷൻ, RECREATION, സ്പീഡ് ആയിപ്പോയോ. ഫോർത്ത് വൺ തിങ്കിങ്. ക്വസ്റ്റ്യൻ ഇതാണ്, മെയിൻ സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഗുഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ബ്രാക്കറ്റില് 4 ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ. ഫസ്റ്റ് വൺ ഫുഡ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതിൽ നമ്മൾ എങ്ങനെ കഴിക്കണം, നിങ്ങൾ എങ്ങനെയാണോ കഴിക്കുന്നത് അവര് ചവച്ചരച്ച് കഴിക്കണം, അതൊക്കെ നമുക്കറിയാം. പിന്നെ റൊട്ടീൻ, റൊട്ടീനിൽ പലതും വരും. അത് ഭക്ഷണം കഴിക്കുന്നത് വരും, നമ്മുടെ ദേഹശുദ്ധി വരുത്തും, നമ്മുടെ ഫിസിക്കൽ ഹൈജീൻ വരും, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എക്സസൈസസ് വരാം റൊട്ടീനില്, നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു വരാം റൊട്ടീനില്. അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും റൊട്ടീനിൽ വരാം. നെക്സ്റ്റ് റിക്രിയേഷൻ, നമ്മള് വിനോദം, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ്. അത് ഓർക്കണം, നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്, സ്മോക്ക് ചെയ്യുന്നത് അവർക്കതൊരു എന്റർടൈൻമെന്റ് ആണ്, പക്ഷെ അത് ഹാംഫുൾ ആണ് അല്ലെ. അങ്ങനെയുള്ള എന്റർടൈൻമെന്റുകളെല്ലാം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാത്തതും നമ്മുടെ ഹെൽത്തിന് നന്നായിരിക്കുന്നതുമായിട്ടുള്ള റിക്രിയേഷൻ, എന്റർടൈൻമെന്റ്. നെക്സ്റ്റ് തിങ്കിങ്, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ ഇമോഷണൽ നീഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. മറ്റുള്ളവരുടെ രീതികളെ, കൾച്ചർ ആണെങ്കിലും ട്രഡീഷൻസ് ആണെങ്കിലും ബിലീഫ് ആണെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം.
നമുക്കൊരു സെൽഫ് കൺട്രോൾ വരണം. അങ്ങനെയുള്ള ആളുകൾ മാം ആരാണ്ട് അൺമ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയും മാം. മ്യൂട്ട് ചെയ്യണേ. ഇവൻ കേൾക്കുന്നുണ്ടാവില്ല, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അതാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു, ചാപ്റ്ററിന്റെ അതിലേക്ക് കൂടുതൽ വന്നിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇതൊക്കെ എക്സ്ട്രാ വരുന്ന കേട്ടോ. അപ്പൊ ഈ 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറ്റാവുന്നതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ ടൈം മാനേജ്മെന്റ് പറ്റുന്നില്ല, അങ്ങനെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടോ? ഇന്ന ദിവസം ഞാൻ നാളെ എണീറ്റിട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കാം, പക്ഷെ ഒന്നും മര്യാദയ്ക്ക് സമയത്ത് നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? ഉണ്ട് മാം. നമുക്കൊരു നാലോ 5 ദിവസത്തെ ക്ലാസ് പെൻഡിങ് ആണ്. ഒരു വർക്കും എനിക്ക് അങ്ങനെയുണ്ട്, കുറെ ക്ലാസ് കട്ടായി പോയി. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ, നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാ. ഞാൻ ക്ലാസ്സിൽ പറയണത് ഞാൻ ക്ലാസ് റൂമിൽ കൊടുക്കുന്നത് കേറാത്തവർക്കും കൂടെ ഒന്ന് ക്ലിയർ ഔട്ട് എന്ന് വെച്ചിട്ടാ. മേക്ക് എ ടൈം ടേബിൾ ഓഫ് യുവർ ഡെയിലി ആക്ടിവിറ്റീസ്. നാളെ ക്ലാസ് റൂമിൽ ഇട്ടേക്കും. ഇത് ആക്ടിവിറ്റിയാണ്, കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ ടൈം ടേബിൾ തന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് ന്യൂ ടൈം ടേബിൾ ആക്കാം, അതൊന്നും പ്രോബ്ലം ഇല്ല. അപ്പൊ അത് ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഒരു ടൈം ടേബിൾ ഇട്ട് മാമിന്റെ നമ്പർ ഒന്ന് പറയൂ മാം, എന്റെ കയ്യിൽ നിന്ന് പോയി. ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് റൂമിൽ ഇടുമ്പോഴേ ചില സമയത്ത് നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിനടുത്ത ഒരാൾ മരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ കുറെ ക്ലാസ് മിസ്സായി, ഇപ്പൊ ഒരു 4-5 ക്ലാസ്സോളം മിസ്സായി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2 3 എക്സ്ട്രാ കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പർ 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് ഏത് ചാപ്റ്ററിന്റെ കൂടിയിട്ടൊന്ന് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണേ. വേറെ ടീച്ചേഴ്സ് എടുക്കണുണ്ടല്ലോ ക്ലാസ്, അപ്പൊ ഏത് ചാപ്റ്ററിന്റെ ആണെന്ന്, എല്ലാം ഏകദേശം സെയിം ആണല്ലോ കാര്യങ്ങള്, ചെറിയ അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല. അപ്പൊ അത് ഏത് ചാപ്റ്റേഴ്സിന്റെ കൂടി അറിയണമെങ്കിൽ നന്നായിരുന്നു. അത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. കാരണം ചില ടെക്നിക്കലിലുള്ളവരാണ് കോഴ്സ് ചെയ്യുന്നത്, അവർക്ക് അറിയില്ലല്ലോ ചാപ്റ്റർ ഏതാണെന്നുള്ളത്. ഞാൻ വേറെ ടീച്ചർ വേറെ ചാപ്റ്ററാ എടുക്കുന്നത്, അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏതാണെന്ന് നമുക്ക് വായിച്ചിട്ട് നല്ലോണം നോക്കിയാലും മനസ്സിലാവും. പക്ഷെ നമുക്കൊന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലേ കുറെ പെൻഡിങ്ങിലായാൽ പിന്നെ നമുക്ക് എല്ലാം കൂടി എത്തി പോവണില്ല. അതാണ്, എത്താൻ കഴിയണില്ല. നമ്മൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുന്നതും എഴുതുന്നതിന്റെ മുകളിൽ ചാപ്റ്റർ 1, മൊഡ്യൂൾ 1, പാർട്ട് 1 അങ്ങനെ യൂണിറ്റ് ഇത്ര അങ്ങനെ എഴുതാറുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഗൂഗിൾ ഫോമിലേക്ക് പോകുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി, അത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ആക്ടിവിറ്റി? മേക്ക് എ ടൈം ടേബിൾ ഓഫ് യുവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഇനി നമ്മള് മാം എക്സ്ക്യൂസ് മീ മാം, ആ 4 ആസ്പെക്ട്സ് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറയാമോ? എക്സ്പ്ലനേഷൻ ആണോ അതിന്റെ ഹെഡിങ് ആണോ? ഇല്ല, ഹെഡിങ് 4 ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഫുഡ്, പിന്നെ പ്രോട്ടീൻ, റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റർടൈൻമെന്റ്, തിങ്കിങ്, റിക്രിയേഷൻ, RECRETAON. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. എക്സ്ക്യൂസ് മാം, നമ്പർ ഒന്ന് എഴുതുവോ പ്ലീസ്? ഗ്രൂപ്പിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാമോ? മാം ഒരു കാര്യം കൂടെ പറയാനുണ്ടേ. ഹലോ, പറഞ്ഞു. മാം ഞാനിന്ന് അംഗനവാടിയിൽ ക്ലാസ് എടുത്തിരുന്നു. ഞങ്ങളുടെ ഇവിടെ വെരി ഗുഡ്. ആദ്യം പറയേണ്ട കാര്യമല്ലായിരുന്നോ? കേറാൻ ലേറ്റ് ആയി പോയി, അതാണ് ഞാൻ പറയാതിരുന്നത്. എന്തായിരുന്നു ടോപ്പിക്? നമ്മുടെ ഹെൽത്ത്, ഹൈജീൻ, ഫിസിക്കൽ ഫിറ്റ്നസ്. അത് തന്നെ. നമ്മുടെ ചാർട്ട് എല്ലാം ഞാൻ അവിടെ ഒട്ടിച്ചൊക്കെ വെച്ച് അതൊക്കെ വെച്ചാ പഠിപ്പിച്ചേ. ആരൊക്കെയായിരുന്നു? കുട്ടികളും പാരന്റ്സും ഉണ്ടായിരുന്നോ അതോ കുട്ടികൾ മാത്രം? ഒരു 18 പിള്ളേരോളം ഉണ്ടായിരുന്നു. അവരുടെ അമ്മമാരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചർ, ഇവിടുത്തെ അംഗനവാടി ടീച്ചർ, ഹെൽപ്പർ, അവരുടെ LC മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് 18 കുട്ടികള് അംഗൻവാടിയിലെ കുട്ടികളാണോ അതോ ആ ഏരിയയിലെ അഡോളസന്റ് ഗ്രൂപ്പ് ആയിരുന്നു?
അംഗനവാടിയിലെ കുട്ടികളാ. അംഗനവാടിയിലെ കുട്ടികളും അവരുടെ പേരൻസും ആയിരുന്നു. എങ്ങനെയാ അവര് റെസ്പോണ്ട് ചെയ്യോ, ചോദ്യങ്ങൾ ചോദിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ അങ്ങനെ തന്നെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇപ്പം ക്ലാസ് ആയിട്ട് കാണരുത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അറിയാമോ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ കഴിവതും എല്ലാവരും കേട്ടിരുന്നു, തിരിച്ച് ഉള്ള കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് ചോദിക്കുകയും ഒക്കെ ചെയ്തു. നല്ല ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട്, എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ. എല്ലാരും, ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് അംഗനവാടിയിൽ പോകാൻ തുടങ്ങി. അവിടുത്തെ ടീച്ചറിനൊക്കെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അത്രയും അങ്ങോട്ടൊരു വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ എല്ലാവർക്കും ഒരു എന്തോ അതിശയം പോലെ. എനിക്കും അങ്ങ് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. എന്തോ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെങ്കിലും പറ്റിയല്ലോ എന്നൊരു. എത്ര സമയം എടുത്തു? ഒരു 20-25 മിനിറ്റോളം സംസാരിച്ചു. അതിനുള്ളിൽ പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ടീച്ചർ പിന്നെ എല്ലാരെയും വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, അല്ല നമ്മുടെ ഒരു രക്ഷകർത്താവാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ക്ലാസ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി തന്നു. അങ്ങനെ പിന്നെ 20 മിനിറ്റോളം സംസാരിച്ചു. നല്ലൊരു ഫീലിംഗ്. എല്ലാവരും അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. അത് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് വീട്ടിൽ ഇരുന്ന് നമ്മള് അങ്ങനെയൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. അവരത് എന്തായാലും അന്നത്തെ ദിവസം വീട്ടിൽ പോയി ഷെയർ ചെയ്യും, ചിന്തിക്കും അതിനെപ്പറ്റി. അതെ. സത്യം, ഇന്ന് ഇത്രയും നാളിനകം ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞാൻ അതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഒന്നിനും അങ്ങനെ പോയിട്ടില്ല. 2 കുട്ടികളുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് വീണ്ടും പുറത്തോട്ടിറങ്ങി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു തുടക്കം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മാം, എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. ഞാൻ സിജയാണ്. അത് മാം, എനിക്ക് ക്ലാസ് എടുക്കാനല്ല, അവര് എന്റെ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോ അവിടെ അറിയുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫെലിസിറ്റേഷൻ സ്പീച്ച് ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു, ആശംസ അറിയിക്കാനായിട്ട്. ഞാൻ ഇന്നേവരെ അങ്ങനെയൊന്നും പുറത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മലയാളത്തിൽ മതി, പക്ഷെ ഇംഗ്ലീഷ് മീഡിയം ആണ്, പക്ഷെ പാരന്റ്സ് എല്ലാവരും ഇച്ചിരി മലയാളം അറിയുന്നോണ്ട് അവർക്ക് മലയാളത്തിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇതില് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു, ഫ്രണ്ടിലെ ഗസ്റ്റിന്റെ ചെയറിലൊക്കെ ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊന്നും അവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഇവിടെ ഇരിക്കണം. അങ്ങനെ കൊണ്ട് എന്നെ അവിടെ ഇരുത്തി. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അത് കഴിഞ്ഞപ്പോ എന്നെ PTA പ്രസിഡന്റ് ഒക്കെ ആക്കി. അപ്പൊ ഇനി വേണം പതുക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് ഒക്കെ ഇനി തുടങ്ങാന്ന് വെച്ചിരിക്കുക. കുറച്ചൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തന്നെ ചെന്ന് ചാടി കയറി എനിക്ക് ക്ലാസ് എടുക്കണം പറഞ്ഞ് ചിലപ്പോ സമ്മതിച്ചൊന്നും വരില്ലല്ലോ. അപ്പൊ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ. PTA മീറ്റിംഗ് വരുമ്പോ അതിന് പെട്ടെന്ന് സാഹചര്യങ്ങൾ വരും, സിറ്റുവേഷൻസ് വരും. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റിംഗ് ഫോർ ഇറ്റ് മാം. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക, ഡെയിലി ആക്ടിവിറ്റീസിന്റെ. ഇനി അതിൽ നോക്കുമ്പോൾ ഓൾറെഡി ഈ ഒരാഴ്ചത്തെ വെരി ഗുഡ്, ഈ ഒരാഴ്ചത്തെ എഴുതിയിട്ട് ഇതിൽ എവിടെയൊക്കെ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ടൈം എഫിഷ്യന്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. 1 വീക്ക്, ചിലപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്കത് പറ്റിയെന്ന് വരില്ല. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെ ഞാൻ ആ ടൈം ചെയ്യുവാണെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ആ ഒരു രീതിയിലൊക്കെ ടൈം ഒന്ന് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനത് ക്ലാസ് റൂമിലിട്ടേക്കാം, ഒരു ടൈം ടേബിൾ, ഡെയിലി ആക്ടിവിറ്റീസിന്റെ ടൈം ടേബിൾ. ഓക്കെ, എന്നാ ഞാൻ അതിന്റെ പേര് എന്നിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി PDF എന്തോ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മരുന്നായിട്ട് ഞാൻ അതിനെ എടുക്കും. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം.